അസ്സലാമലൈക്കും ഗൈസ്. അല്ലാ, അപ്പോൾ എനിക്കിതില്ലല്ലോ, ഞാൻ മൈക്കില്ല, ഇവിടെ തന്നെ മൈക്കിടാൻ മൈക്കില്ല, ഇവിടെ തന്നെ എടുത്ത് നമ്മൾ മൈക്കില്ല. പക്ഷെ ഞാൻ വാങ്ങും ഗൈസ്, എന്നോരോ ദിവസം വാങ്ങും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മൈക്കില്ലാത്തതുകൊണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഈ സാധനമായി ഗൈസ് സ്പീക്കറായി. കാരണം ഇതെന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കിത് മാത്രമല്ല, വേറൊരു സാധനം കൂടി ഉണ്ട്. ഈ സ്പീക്കറല്ലാത്ത വേറൊരു സാധനം കൂടി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. സ്പീക്കർ എനിക്ക് ഡാൻസ് കളിച്ച സമ്മാനം കിട്ടിയതാണ് ഗൈസ്. പിന്നെ ഞാനൊക്കെ ആര് പറയാൻ പോകുന്നു ഗൈസ്, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. അപ്പോൾ ഇതും എനിക്ക് ഗിഫ്റ്റ് കളിച്ചിട്ട് കിട്ടിയതാണ് ഗൈസ്. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്, ഡാൻസ് കളിച്ചിട്ട് കിട്ടിയതാണ്. സത്യമായിട്ടും ഇതെനിക്ക് ഡാൻസ് കളിച്ചിട്ട് കിട്ടിയതാണ്. പിന്നെ നമുക്ക് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, പറയേണ്ട ആവശ്യമില്ല, ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ മീൻകുട്ടന്മാർ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും സ്പീക്കറും ഇയർഫോണൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഗൈസ്. ഗൈസ്, ഞാൻ ആലപ്പുഴ ജിങ്കാനയിലെ സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നുണ്ട്. അതിൽ ലാസ്റ്റ് മറ്റവനാണ് കോച്ചുള്ളത്. അപ്പോൾ അവൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ പാർട്ട് 2 ഉണ്ടാവും. എന്നെ അറിയോ വെറുതെ പറഞ്ഞാണ്. പിന്നെ ഗൾഫിലൊക്കെ ഇങ്ങനെയാണ്, നാട്ടിലൊക്കെ റിമോട്ട് എടുത്തു. ഇതാണ് എൻ്റെ റൂമേ. ഇതല്ല സത്യം പറഞ്ഞാൽ എൻ്റെ റൂം. ഇത് റൂം വേറെ ആളുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പടച്ച റബ്ബേ, വെറുതെ ഇത്രയും നേരം തണുപ്പിട്ടത്. ഇത് കണ്ട, സൗദിത്തെ ഏസിയാണ്. ഇത് കണ്ട, ഈ സാധനം കണ്ട, ഈ സാധനം താത്തിയിട്ടില്ല. ഇതൊക്കെ താത്ത തന്നെയാണ് ഇവിടെ ഗൈസ്. അപ്പോൾ നമുക്ക് താത്തി നോക്കാം ഗൈസ്. Let's go. അപ്പോൾ ഞാൻ ഏടൻ്റെ ഡ്രസ്സൊക്കെ എടുക്കുകയാണ്. അവൻ്റെ ഓരോ പാട്ടുകൾ എനിക്കിഷ്ടമല്ല, പക്ഷെ അവനെ എനിക്കിഷ്ടമാണ്. അപ്പോൾ സ്റ്റാൻഡ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആളിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കറങ്ങും കേട്ടോ, ഇതെല്ലാവർക്കും അറിയാം. എന്നാലും കാണാത്തവർക്ക് വേണ്ടി കാണിച്ചു തന്നാണ്. നിങ്ങളിൻ്റെ ചാനലൊക്കെ കാണുക. അല്ലാ കുറച്ചോനെ ഹത്തോളി വാങ്ങി. പിന്നെ നമുക്കൊരു ഇതും കൂടി ഉണ്ട്, ഇലക്ട്രിക് ബ്രഷ് ഉണ്ട്. ഇലക്ട്രിക് ബ്രഷ് ഇതുണ്ട, ഇതിന് വേറെ അടിച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ വെക്കുക, എന്നിട്ടിത് ഓണാക്കുക. ഇവിടെ ഓണാക്കുക കേട്ടോ. ഓണാക്കിയിട്ട് ഇത് കറങ്ങുക. സീന് സാധനമാണ്. ഇത് നീങ്ങൊക്കെ ചെയ്യും. ഞാൻ വെറുതെ പറയാണ്, എൻ്റെ കൈ വെച്ചതാക്കിയതാണ്. എന്തായാലും ഇത് വെച്ചിട്ട് ബ്രഷ് ചെയ്യാറില്ല. മദർ ആദ്യം വയ്ക്കണ്ടേ, മദർ പറയണം. ഇപ്പോൾ
അന്നത്തെ ആ വൈബ് കളഞ്ഞിട്ട് ഗൈസ്. നിങ്ങളൊക്കെ കളിക്കണം, പക്ഷെ എനിക്ക് തന്നെ കളയാൻ പറ്റില്ല ഗൈസ്. അന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു ദിവസം വന്നത്. അതും പടച്ചോ കൊണ്ട് തന്നെ വഴികളാണെങ്കിൽ നമ്മൾക്ക് പറയാൻ ഗൈസ്. കാരണം അത്രയും എനിക്കിഷ്ടപ്പെട്ട സാധനം. ഞാനിത് കളഞ്ഞിട്ട് ഗൈസ് അന്ന് തിയേറ്ററിൽ പോയ പടച്ചോ കൊണ്ട് തന്നെയാണ് ഞാൻ പറയാം. സത്യം പറഞ്ഞാൽ അന്ന് എൻ്റെ മദറും ഉമ്മച്ചിപ്പച്ചും അന്ന് തുടരുന്ന് പറഞ്ഞ സിനിമക്ക് പോയി. ഞാൻ ഒറ്റക്ക് കിടിറ്റൂല് പോയി. കിടിറ്റൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ ഇതിൻ്റെ ഒരു ഇതാണ് മൈൻക്രാഫ്റ്റ് മൂവീസ്. എനിക്കൊന്നും മറക്കാൻ പറ്റില്ല. ഞാൻ മരിക്കുന്നവരെ ഇതിൻ്റെ ഒപ്പം ഉണ്ടാകും. മൈൻക്രാഫ്റ്റ് മൂവി നമ്മളെ B8 ആണ് നമ്മളെ സീറ്റ് നമ്പർ എന്ന് പറയുന്നത്. മാഷാല്ലാ പഠിച്ചോണ്ട് കൊണ്ട് തന്നെ അതിന് നന്ദി പറയണത്. അവനോട് എത്ര നന്ദി തീരാത്തൊരു ഇതാണ്. പിന്നെ എനിക്ക് കിൻഡർ ജോയിന്ന് കിട്ടിയ സാധനമാണ് ഇത്. കിൻഡർ ജോയ് തിന്നവർക്ക് കിട്ടുന്നുണ്ടോ? ഇതെന്താണെന്ന് അറിയോ? ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇതാണ് എന്താണ് ഗൈസ്, ഇതിൽ ഇതോരോ മൃഗങ്ങളുണ്ടോ? ഇതിലോരോ മൃഗങ്ങളൊക്കെ ഉണ്ടാവും. അതിലൊക്കെ നമ്മൾ ഈ പെട്ടിയിലാക്കും. ഇങ്ങനെ ഈ പെട്ടിയിൽ ഇങ്ങനെ ഇടും. എന്നിട്ട് അതിന് ശേഷം ഇതിനെ മൂടിക്കുക. മുടി ഒരു ഡ്രാഗൻ്റെ മുടിയാണ്. ഡ്രാഗൻ്റെ കുഞ്ഞാണ് ഗൈസ്. എന്നിട്ട് ഇതുപോലെ അതിനോട്ട് ഒരറ്റ മൂടല് മുടിയല്ലോ. അതുപോലെ വേറൊരു സാധനം ഉണ്ട് ഗൈസ്. ഈ ബ്രഷില്ലേ അത് ചാടനെ ഒന്ന് നോക്കണം ഗൈസ്. എപ്പോൾ നോക്കിയാലും ചാട്ടിട്ടാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. വേറെ ഇതുപോലെ ഉണ്ട്. ഇത് സാധാ മോതിരമല്ല കേട്ടോ. ഇത് മോതിരം തന്നെയാണ്, പക്ഷേ ഇത് സാധാ മോതിരമല്ല. ഇത് ഗേൾസിൻ്റെയാണ്. ഇത് അതുപോലെ തന്നെ ഇങ്ങനെ പിടിച്ച് തുറക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കത്തി ഉണ്ട്. ആ കത്ത് നമ്മൾ വായിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കത്ത് വായിക്കാനായിട്ട് പോവുകയാണ്. മാഷാഅല്ലാ, ഞാൻ പറ്റിച്ചേ. ഓക്കെ, എനിക്ക് ഇന്നലെ എനിക്ക് തിയേറ്ററിന് മറക്കാനായിട്ട് പറ്റില്ല. ഐ ലവ് യു തിയേറ്റർ, ഐ ലവ് യു. അല്ലാ കുറച്ചനെ കത്തോളിയാമി ഗൈസ്. എൻ്റെ ഈ കുറ്റിയിലുണ്ടോ കുറേ പൈസ ഉണ്ട്. എൻ്റെ ഈ കുറ്റിയിലുണ്ടോ പൈസ ഉണ്ട്. ഞാനത് ഞാൻ എൻ്റെ സ്ഥലപ്പേരൊന്നും പറഞ്ഞെത്തില്ല. എൻ്റെ കുറ്റിയിൽ ഒരുപാട് പൈസ ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കത് പാവപ്പെട്ടവർക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒരിക്കലും നടക്കില്ല. കാരണം അത് ഒരു അതൊരു ഇതാണ്. നമുക്ക് എൻ്റെ റൂം, ഗെയിമിങ് റൂമില്ലേ, അതിന് നമ്മൾ നാട്ടിലെ റൂമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാധനങ്ങൾ മേടിക്കാനും ഇവിടുന്ന് മേടിച്ചിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുപോയി ആ റൂമിൽ സെറ്റ് ചെയ്യണം ഗൈസ്. എന്ത് ചെയ്യണം? സെറ്റാക്കണം ഗൈസ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം?
അപ്പോൾ ഞാൻ എൻ്റെ നമ്മളില്ലേ യൂട്യൂബിലെ ഷോർട്ട് ഫിലിമില്ലേ, എൻ്റെ ഷോർട്ട് ഫിലിമിൽ ഞാനൊരു സാധനം ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അത് എൻ്റെ ലാസ്റ്റത്തെ ഷോർട്ട് ഫിലിമത്തെ ആ വീഡിയോൻ്റെ മുകളിലുള്ള വീഡിയോയിൽ ഒരു സാധനമുണ്ട്, ഒരു പന്ത്. ആ പന്ത് വർഷങ്ങളെന്നല്ല ഒരുപാട് മാസമായി ആ പന്ത് നല്ല ഭംഗിയൊക്കെ ഇരുന്നാണ്. ഇപ്പോൾ കണ്ടില്ലേ, നട്ടുവാ ഇതൊക്കെ ഇതൊക്കെ പോയിക്കണം. പിന്നെ വേറെ പ്രത്യേകിച്ച് സാധനം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഗൈസ്. ഇത് എപ്പോഴാ പൊട്ടിപ്പോന്ന് പറയാൻ പറ്റൂല. അമ്മാതിരി ഇതാണ്, സ്പ്രിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ബൈസൈക്കിളിലേക്ക് പഠിച്ചാലോ? നമ്മൾ നേരത്തെ അടിച്ച വരി ഒരു ബൈസൈക്കിൾ. അപ്പോൾ ഇന്ന് അടിക്കാം ഗൈസ്. അപ്പോൾ അടിക്കണമെങ്കിൽ ഒരു പ്രശ്നമുണ്ട്, ക്യാമറ വെക്കണം. അത് ഇതാണ് ഗൈസ്, ക്യാമറമാൻ റോളിങ്.